തന്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നു പോയ വിഷമത്തിൽ ഷോറൂമിൽ നിന്നും പോകുന്ന ബീരാനെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത്. പിന്നീട് ശ്രുതിയുടെ ഇളയച്ചനെ കണ്ടതും അത് ശ്രുതിയോട് പറഞ്ഞപ്പോൾ ശ്രുതിക്കുണ്ടായ ടെൻഷനെ പറ്റിയും രേവതി സച്ചിയോട് പറയുന്നു. തുടർന്ന് നിനക്ക് ആള് മാറിപ്പോയതാവുമെന്ന് സച്ചി പറഞ്ഞെങ്കിലും രേവതി വീണ്ടും തറപ്പിച്ചു പറയുന്നതോടെ എനിക്കും നേരത്തെ തന്നെ ഇളയച്ചന്റെ കാര്യത്തിൽ ചില സംശയങ്ങളുണ്ടെന്നും ശ്രുതിക്കും എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ടെന്നും സച്ചി പറയുന്നു. തുടർന്ന് ശ്രുതിയുടെ കാര്യത്തിൽ എനിക്കും ചില സംശയങ്ങളുണ്ടെന്നും നമുക്കെല്ലാം അച്ഛനോട് പറയാമെന്നും രേവതി പറയുന്നു. എന്നാൽ തെളിവൊന്നുമില്ലാതെ അച്ഛനോട് പറയേണ്ടെന്നും ഇളയച്ചനെ കൈയോടെ പൊക്കാനുള്ള വഴി എനിക്കറിയാമെന്നും സച്ചി പറയുന്നു. ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് കേൾക്കുന്ന ശ്രുതിക്ക് ടെൻഷൻ ആവുകയും സച്ചിയുടെ അന്വേഷണം അവസാനിപ്പിക്കാനുള്ള ഒരു വഴി കണ്ടെത്തണമെന്നും ശ്രുതി മനസ്സിൽ ചിന്തിക്കുന്നു. പിന്നീട് എല്ലാവരും ഹാളിലിരിക്കുന്ന സമയത്ത് ദുബായിൽ നിന്നും ഇളയച്ചൻ വീഡിയോ കോൾ ചെയ്യുകയാണെന്ന് പറഞ്ഞ് ശ്രുതി അവിടെ എത്തുകയും എല്ലാവരെയും ഇളയച്ചനെ കാണിക്കുകയും ചെയ്യുന്നു. ഇതേസമയം സച്ചി അവിടെ എത്തുന്നു. തുടർന്ന് സച്ചി ഫോൺ മേടിച്ച് സംസാരിക്കുകയും ഇപ്പോൾ ഇളയച്ചൻ നിൽക്കുന്ന സ്ഥലത്തിന്റെ പേര് ചോദിക്കുകയും എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ഉണ്ടെന്നും പറയുന്നു. എന്നാൽ ശ്രുതി സച്ചിയുടെ കയ്യിൽ നിന്നും ഫോൺ തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്നു. പിന്നീട് നീ ഇളയച്ചനെ തന്നെയാണ് കണ്ടതെന്നും ഇപ്പോൾ എനിക്കത് ഉറപ്പായെന്നും നീ കണ്ടത് ഇളയച്ചനെ അല്ലെന്ന് വിശ്വസിപ്പിക്കാനായി ശ്രുതി ഇളയച്ചനെ കൊണ്ട് വീണ്ടും വേഷം കെട്ടിച്ച് വിളിപ്പിച്ചതാണെന്നും സച്ചി രേവതിയോട് പറയുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.